നമ്മൾ പോലും പറയാതെ നമ്മളൊരു അധോലോകമായിരിക്കുന്നു ഗൈസ്. ഞാൻ ഞെട്ടിപ്പോട്ടോ. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലേ, ഇതുവരെ ഇത്രയും ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് ഒരു അറിയാത്ത ഒരാളുടെ കമന്റ് ഒക്കെ വരുന്ന എന്ത് നോക്കിയിരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറിയാത്ത ഒരാൾ ഒരു കമന്റ് വരാൻ നോക്കിയിരുന്നിട്ടുണ്ട്. നമ്മളങ്ങനെ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? റിയാക്ഷൻ വീഡിയോ അല്ലായിരുന്നല്ലോ പ്ലാനില്. നമ്മള് പോഡ്കാസ്റ്റ് പോലെ സംഭവം, അത് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു സംഭവം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പം ഒരു ദിവസം മറ്റേ ഹനുമാൻ കായിന്റെ വീഡിയോ ഇറങ്ങില്ലേ, അപ്പൊ അതിനകത്ത് റിയാക്ഷൻ, അത് കുറെ റിയാക്ഷൻ വീഡിയോസ് ഹിറ്റായി. അപ്പൊ ഞാൻ ചെന്നാ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ച് ചെയ്തിട്ട് ഇട്ടപ്പോ ഭയങ്കര റെസ്പോൺസ്. ഇതുവരെ ആദ്യമായിട്ട് ഇത്രയും റെസ്പോൺസ് കിട്ടും നമ്മൾ 1 മാസമായിട്ട് തുടങ്ങിയിട്ട്. ഓരോ കമന്റ്സ് കാണുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പേര് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഞാൻ സബ്സ്ക്രൈബറൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്, അയ്യോ ഭയങ്കര സന്തോഷമായി. അപ്പം അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞില്ലേ ഒന്നും കൂടി ചെയ്യണം റിയാക്ഷൻ വീഡിയോ പാർട്ട്, എന്തൊക്കെയോ മോർ വീഡിയോസ്. കുറെ പേര് കുറെ സജഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ സജഷൻസും ഉണ്ടായിരുന്നു, കുറെ നമ്മൾ ലെങ്ത് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം. അതെ, റാൻഡം റീൽസ്. Are you ready? Yeah, born ready. Over confidence. Okay, Abhi, come on. നീ എന്തോ നോക്കിയിരിക്കായിരുന്ന അവൻ ഇങ്ങോട്ടാണാ പോയത്, എന്താ ബാക്കി ഞങ്ങള് നോക്കോളാം. കൊല്ലത്തൂട്ടാ. ഞാൻ ചൂക്കാൻ ഞാനും വിചാരിച്ചു. ഭയങ്കര ചീത്തപ്പേരാ മച്ചു, അനാവശ്യമായ ചീത്തപ്പേരുണ്ട് കേട്ടോ. ഓരോ റീൽസ് ഒക്കെ ഞങ്ങൾ ആവശ്യമായുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കാണുമ്പോ ഒരു വിഷമം. ഊക്കി. പക്ഷെ കമന്റ്സിലൊക്കെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്, കൊല്ലക്കാരൻ തന്നെ ആയിരിക്കും. എന്തായാലും കൊള്ളാതെ അന്നു നീ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോടാ. ഇന്നലെ തന്നെ ഞാൻ അക്ഷയ ചെന്നു. കാലം തെറ്റിയിറങ്ങിയ മുതലുകളല്ലടാ, മുതലുകൾ. കാലം തെറ്റി, നീ ഇപ്പൊ ഏത് കാലത്തെ മുതലല്ലേ? മുതലുകൾ. മൈ ഗോഡ്, പീറ്റർ ബർവേർഡ്. എടാ മുതല് വേണ്ട, നിനക്ക് പറയുന്ന ഭാഷയിൽ പറഞ്ഞുതരാൻ എനിക്കറിയാം, പക്ഷെ വേണ്ട, അത് വിട്ടേക്ക്. ഓക്കെ, അത് വിട്ടേ. അതെ, എന്നെ ഒരു മുതൽ അതില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ആധാർ അന്നു നീ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോടാ. 2000 ജനിച്ചത് നമ്മൾ ചെയ്ത് തെറ്റാ. ഇന്നലെ തന്നെ ഞാൻ അക്ഷയ ചെന്നു എന്റെ ആധാർ ഒന്ന് പുതുക്കാനായിട്ട്. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞൊന്ന് കൊടുത്തതേ ഉള്ളൂ. എന്റെ ബാക്കിൽ നിന്ന് ക്യൂല് ആരും കാണുന്നില്ല. ഞാൻ എന്തായാലും നൊട്ടോറിസ്റ്റ്. അത് വീട് വീട്ടുകാർക്ക് തന്നെ തോട്ടയുടെ അറ്റത്ത് വെച്ചാണ് എനിക്ക് ചോറ് തരുന്നത്. ഞാൻ എന്തെങ്കിലും പേപ്പട്ടിയാ കണ്ടോമാര് ചെയ്ത് കൂട്ടിയതിന് പ്രാക്ക് മൊത്തം നമുക്ക്. പാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാം 8/1/2000. 2K ആണല്ലേ ചേട്ടാ? നിങ്ങൾ 2000 ജനിച്ചെങ്കിൽ നമുക്കൊരു 90s ആ ഒരു ഇതാണ്. അതെ അതെ, എന്താണോ 2K പറഞ്ഞിട്ട് പോയാ മതി. എന്താണോ 2K? ഇത് അടുത്തൂടെ പോയാ മതി, വീട് മരിക്കുന്ന. എടാ ഇവിടെ ഏടത്ത് ഗൾഫിൽ പോയ അവന്റെ വീട് എവിടെ? പോയാളെ വീട് ഗൾഫിൽ സാർ. അവൻ ഗൾഫിൽ പോണ മുമ്പ് എവിടെയായിരുന്നു? എയർപോർട്ടിൽ സാർ. ഗൾഫിൽ പോണതിന് മുമ്പ് തൊട്ട് മുമ്പ് അവൻ എവിടെയായിരുന്നു? പ്ലെയിനിൽ സാറേ. 2000 ആണല്ലേ നീക്കാ? PC ഉമ്മാരെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കും. ഞാൻ പറഞ്ഞ എന്തോ വലുത് വരാൻ പോയി. ഈ ജിമെയിൽ ഒന്ന് സെറ്റ് ആക്കി തരൂ, ഗെയിം ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. പേര് അപ്പു. വാലുള്ള മോളാ? അപ്പു സൈക്കോ കില്ലർ. ഡേറ്റ് ഓഫ് ബർത്ത് 8/11/2011. 2011. എന്റെ മുഖം ഓർമ്മ ഉണ്ടോ? ഇല്ല.
എനിക്ക് മനസ്സിലായില്ല. എടാ അവന്മാര് 2000 അല്ലേ, മറ്റേ വന്നവൻ 2011 അല്ലേ. ഇവന്മാര് കുറച്ചു മുന്നേ പറഞ്ഞോണ്ട് നിന്ന് 2000 ആന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും ഇതാക്കാന്നല്ലേ. പക്ഷെ 2011 ഒരുത്ത വന്നപ്പോ അവന്മാര് ഓടി പേടിച്ചിട്ട് സൈക്കോ കില്ലർ. അപ്പൊ സൈക്കോ കില്ലർന്ന്. ശരി, ഇത് ഇപ്പൊ 90s കിഡിന് ഡിമാൻഡ് അല്ല ഇപ്പൊ. 90s കിഡ് അല്ല, പിന്നെ 90s കിഡ് ഇല്ല ഇനി. നമ്മൾ 90s കിഡ് എന്ന് പറയത്തില്ലായിരുന്നു. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പക്ഷെ വേറൊരാളെ മുഖത്തോട്ട് നോക്കി പറയത്തേ ഇല്ല. ഇല്ല 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 ഇല്ല. എന്തിനാ പറഞ്ഞ സ്വന്തം ചാനലിൽ പറയുന്നത് ഇപ്പൊ അവരാരെങ്കിലും നമ്മളെ പറ്റി പറയുന്നുണ്ടോന്ന് പാട്ടുകൾ 90s വൈബുകൾ. ഇപ്പൊ ഞാൻ നോക്കിയിറങ്ങി എല്ലാരും 2000, അതായത് നമ്മള് കാലം മറഞ്ഞു പോയി. സ്ക്രീൻ ക്ലിയർ ആണല്ലോ കേട്ടോ. അയ്യോ, -2 എനിക്ക് 2 ചപ്പാത്തി കഴിക്കാൻ തന്നു. ആ 2 ചപ്പാത്തി കഴിച്ചു. പിന്നെ എന്നാ ഉള്ളത്? കറി. ജെനുവിൻ ആയിട്ടുള്ള അല്ല, പുള്ളിനെ യാതൊരു കുറ്റം പറയാൻ പറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അയ്യോ, ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. 2 ചപ്പാത്തി ഞാൻ കഴിച്ചു. ഇനി എന്താ ഉള്ള? ഒന്നുമില്ല, കറി പറി. അയ്യോ, ഞാനത് കണ്ടില്ലട്ടോ വരുന്നത്. ഞാൻ വെച്ചെന്തോ കൊള്ളാം. വിട്ടു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇപ്പൊ ആദ്യമായിട്ടല്ലോ ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും ഈ പദവിയിലേക്ക് എത്തുന്ന വരെ എന്റെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് നൽകും. പിന്നെ ഞാനിത് അങ്ങോട്ട് എന്റെ പൊന്നെ ഇടി പടം കാണാൻ പോണ്ടേ? എമ്പുരാൻ 27th അല്ലേ? എമ്പുരാൻ പടം കാണാൻ പോണ്ടേ? പക്ഷെ ഫസ്റ്റ് ഡേ പോയ ഭയങ്കര അലമ്പായിരിക്കും. ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് ഒന്നും ഇല്ല ഇവിടെ കാനഡയിലും ഇല്ല. ഇല്ലില്ല. എല്ലാരും ബൾക്കായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു അശ്വിനൊക്കെ തന്നെ ആണെങ്കിൽ എടുത്തേക്കുന്ന 17 ടിക്കറ്റോ 11 ടിക്കറ്റോ ഒക്കെ ഒരുമിച്ച് എടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഫസ്റ്റ് ഡേ പോയ അല്ലെങ്കിലും നല്ലപോലെ കാണാൻ പറ്റൂ. എനിക്ക് പക്ഷെ വിജയ് പടം മോഹൻലാൽ ഞാൻ ആകെ ഒരു പ്രാവശ്യം കേട്ടോ മോഹൻലാൽ, ഒരു പ്രാവശ്യം എന്നല്ല, ആദ്യമായിട്ട് ഞാൻ പോയി കാണുന്ന ഫാൻ ഷോ ലൂസിഫർ ആയിരുന്നു. ഫസ്റ്റ് ഫാൻ ഷോ എന്റെ. ഫോട്ടോ എടുത്ത കാര്യം പറയാൻ പോവാ. അത് ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു. മോഹൻലാലിനൊപ്പം പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ലാലേട്ടൻ അങ്ങനെ വേണം നോക്കി. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ നല്ലടാ ചുണ്ട പാർക്കുവാൻ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയുമേ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ ഞാനോ രാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തു നിന്നു. ഇതുണ്ടല്ലോ, ഇത് കേട്ടപ്പോ എനിക്ക് ഒറിജിനൽ പാട്ട് മനസ്സിലാവുന്നില്ല. ഇത് ടോപ്പായിട്ട് നിൽക്കുന്നില്ല. അടിപൊളിയായിട്ട് പാടിക്കണം. എനിക്ക് ഒറിജിനൽ സോങ്ങിന്റെ ശരിക്കും പാടിയതല്ലേ? ആ എന്റെ അമ്മോ, അപ്പൊ എനിക്ക് ഒറിജിനൽ പാട്ടിന്റെ മറന്ന് ഓർമ്മ വരുന്നു. 38 വയസ്സായി. ഏതെങ്കിലും കാലത്ത് ഞാനൊരു കല്യാണം കഴിച്ചു. അതിലെങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവോ സാർ? വേറെ കുട്ടികളെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവോ സാർ? കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു അത്. അതെ, പാട്ടിന്. നീ പടം കണ്ടോ? ഇല്ല, കണ്ടില്ലേ? നൈസ് പടവാ. ഇത് മറ്റേ ജാതകം, വല്ലാത്തൊരു ജാതകം. ആണോ? ഞാൻ കണ്ടില്ല പടം. നൈസ് പടം കേട്ടോ. ഓ, വിനീത് ശ്രീനിവാസ് അങ്ങ് അഭിനയിക്കോ? എന്റെ അമ്മ. വിഷമാവോ? നമുക്കൊക്കെ കണ്ട കുറച്ച് വിഷമം. കുറച്ചാവും അല്ലേ? ഓക്കെ, നമുക്ക് കണ്ട വിഷമം 90s കണ്ടാ നല്ല വിഷമം. ഗുഡ് ജോബ് പീറ്റർ. കിഡ്സ് എന്നുള്ളത് ഒഴിവാക്കിയിരിക്കുന്നേ. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 90s കണ്ടാ ഓക്കെ. ഓ, കൊല്ലങ്ക നമ്മുടെ
അത് ബാക്കി കാണ്, വേറെന്തുവാ. സൂസു സുസു ഇന്നീ ചോറ് കഴിക്കുമ്പോൾ രണ്ടുപേർക്കുള്ളത് കഴിക്കണം. കാരണം നീ കഴിച്ചാൽ എന്റെ പേരെന്നറിയും. കാരണം നമ്മൾ രണ്ടല്ലല്ലോ, ഒന്നല്ലേ. ഇന്നലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോ പേടിച്ചുപോയി. ചന്ദ്രനെ കാണുന്നില്ല. പിന്നല്ലേ ഓർത്തു ചന്ദ്രന്റെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. റൊമാൻറ്റിക് ഫ്രണ്ട്സ്. ഓ, അപ്പൊ കറുത്തവാവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ആ ക്രെഡിറ്റും അവക്ക്. ഇനി ഒരു 10 മിനിറ്റോടെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും. നിന്റെ ഓരോ നോട്ടവും എന്നെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുകയാണ് സൂസു. എന്നെ അങ്ങ് കൊല്ലെന്നെ അങ്ങ്. നിന്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നു. കഴിഞ്ഞില്ലേ? ശില്പിയായിരുന്നു. ഓർക്കട്ടെ. ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ശില്പം ക്യാരക്ടർ പുറത്തു വന്നുണ്ട്. നമ്മുടെ തന്തയും പണിഞ്ഞിറക്കി പോയല്ലോ ഒരു ദേഹം. സൂസു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. താങ്ക്സ്. നിന്റെ സംസാരം പോലും പാട്ടായിട്ടാണ് എന്റെ ചെവി കേൾക്കുന്നത്. എന്നെങ്കിലും ശ്രീനിവാസൻ പറഞ്ഞ പോലെ എന്നെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റിയാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമോ? ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വച്ചു നമ്മള് നേരത്തെ പറഞ്ഞത് ഇതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കത്തില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു തെണ്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചിരിച്ച് ഇനിയൊന്നും നോക്കി ചിരിക്കാനൊക്കത്തില്ല. ഇപ്പൊ വരും. പൊളിയാട്ടോ ഇവരുടെ വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ചുമ്മാ ഇരുന്ന് വരുമ്പോഴെല്ലാം കാണും. ഈ കിടില് ഇവരുടെ അമ്മ നൈസ് സംഭവങ്ങളാണ്. മറ്റേ കൊടയുടെ സംഭവം കണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരും. ഇവന്റെ അച്ഛനുമായിട്ട് വന്നിരുന്ന ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. ആന്റി വന്നിരുന്ന അപ്പോഴും ആന്റി എല്ലാ വീഡിയോയിലും ഉണ്ടല്ലേ. കിടിലോ. പിന്നെ മനസ്സ് നിറഞ്ഞില്ല എന്റെ പപ്പയെ കറക്റ്റിന്റെ പപ്പയെ പോലുണ്ട്. ഞാൻ ആലോചിച്ചത് ഭയങ്കര ചിരിയൊക്കെ കാണുമ്പോ പപ്പനും തന്നു മാമൂട്ടി. പിച്ച വെക്കാൻ കൂടെ വന്നു കൈനീട്ടി. മനസ്സ് നിറഞ്ഞു കേട്ടോ. സ്നേഹം തങ്ക മനസ്സ്. അതിലൊരു അമ്മമാരെ കൊണ്ടുവരുന്നത്. ടീച്ചർമാരും അമ്മമാരും. അതിലെ അമ്മമാരുടെ മറ്റേ ചമ്മിയ ചിരിയൊക്കെ കാണുമ്പോ തന്നെ അയ്യോ നൈസായിരുന്നു. അച്ഛന്മാരെ ഡാൻസ് കളിക്കണേ. അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആന്റി ആന്ന് തോന്നുന്നു. അച്ഛന്മാരെ സഹായിക്കാനൊക്കെ നിക്കുന്ന അവരില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആന്റി ആന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. എനിക്ക് റീൽസ് വന്നിട്ടുണ്ട്. ചിരിക്കണോ ഇങ്ങനെ? കേക്കൊക്കെ പൂവൊക്കെ തുളസി പോലെ
അയ്യോ കിടിലും അച്ഛനാണല്ലോ. അത് മറ്റേ വല്യച്ഛനാന്ന് തോന്നേ. ബാക്കിൽ അച്ഛൻ പറ്റി കൊച്ചച്ഛൻ നോക്കി. Ayy, Macarena, Macarena, Macarena. Ayy, put the chopper on a nigga, turn him to a sprinter. Bitches on my dick, tell them give me 1 minute. Ayy, Macarena, aight, aight. Ayy, Macarena, Macarena, Macarena. Put the chopper on a nigga, turn him to a sprinter. Bitches on my dick, tell them give me 1 minute. Ayy, Macarena, aight, aight. Ayy, Macarena, Macarena, Macarena. എടി നമ്മുടെ അരുന്ധതി അരുന്ധതി അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. കൊള്ളാം കേട്ടോ, നൈസ് സെലക്ഷൻ. യെസ്, ഓക്കെ കൊള്ളാം. മുട്ട നീ ഇവിടെ പട്ടിണിയെ അവന്റെ തീറ്റ ഉണ്ടാ പിന്നെ കോഴി മുട്ട ഇടൂല്ലോ ഒരിക്കലും. അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പച്ചവെള്ളം കുടിച്ചോളാം മോനെ. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അല്ലാണ്ട് അല്ലാതെ ഇന്ന് ബൈസൺ അടിച്ചു. ബൈസനായിട്ട് എന്താ പ്രശ്നം? മാമാത ഈ കുഴക്കട്ടുണ്ടോ? ഇതുകൊണ്ട് ബൈസും. എന്റെ പൈസക്കാ പൈസ. അച്ഛാ, ആ മുട്ടക്കറിയെ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അതിനകത്തൊരു ഒറ്റ മുട്ടയില്ല, അറിയോ? മുട്ടക്കറിയിൽ മുട്ട. ആ മുട്ടക്കറിയെ ഞാൻ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. തന്റെ ഒന്ന് നോക്കിട്ട് നോക്കിയ ഒരപ്പന്റെ 2 മക്കൾ, ഒരുത്തൻ മുട്ട കഴിക്കുന്നു, ഒരുത്തൻ മുട്ട ഇല്ലാതെ പറഞ്ഞ് വിഷമിക്കുന്നു. പാല് വേണ്ട, ഭയങ്കര കൊഴുപ്പ്. ഭയങ്കര കഴപ്പ് തന്നെ. മാമ അതൊന്ന് നോക്കി, ഇതിലൂടെ കയറേണ്ട മാംസമാണ് ഈ മാംസം വേണ്ട ഒറ്റയ്ക്ക് കയറ്റുന്നത്. ഇപ്പൊ നാട്ടുകാരെ കണ്ടി ഇത് മാംസവും ഞാൻ പിണ്ടവും. ഇവനെയും കൂടെ ജിമ്മി പറഞ്ഞു. ഈ കാട്ടുപോത്തിന് തന്നെ മാസം 27,000 ഇനി കടാവിനെയും കൂടെ വിട്ടാൽ ലോൺ എടുക്കേണ്ടി വരും. അച്ഛ ട്രെയിനർ പറഞ്ഞ് 10,000 രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ പൊടി തരാമെന്ന്. 10,000 രൂപയുടെ പ്രോട്ടീൻ പൊടി എന്നിട്ട് ഇയാൾ ഹൾക്കായിട്ട് അഭിനയിക്കാൻ പോകുന്നു. ഒരു ജിമ്മിൽ ആശാ മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിക്കാൻ. മോനെ, അച്ഛന്റെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 17,000 രൂപ 1000 പിടിച്ചിട്ട്. അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞു. അത്രയ്ക്ക് അതമ്പതിച്ചെന്ന് PT കരുണാകരൻ. എനിക്ക് രാത്രി ഒരു 15 മുട്ട കൂടെ വേണ്ടി വരും. ആ കോഴിയുടെ പിന്നാമ്പറയിലൊന്ന് മാനിക്കടാ. നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു പെണ്ണ് കെട്ടിക്ക്. ആ മുട്ടക്കറിയിലെ ഉള്ളിയും പോയി. അപ്പോഴും കപ്പിളായിട്ട് കയറുവാണെങ്കിൽ ഓഫർ ഉണ്ട്. അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ജിമ്മില്. 15 മുട്ടയല്ലേ തരാം. അച്ഛൻ ചെറിയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബം വലിഞ്ഞു മുറുകിയ ഒച്ചയാ കേട്ടത്. ഇവര് കണ്ടോ എല്ലാ ഡയലോഗിലും കൗണ്ടർ, എല്ലാത്തിനും. എന്റെ അമ്മയെ, അത് കഴിവല്ലേ അങ്ങനെ കൗണ്ടർ അടിക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് റീല് കൂടി കണ്ടു നിർത്താം. എന്തുണ്ട് വിശേഷം? വിശേഷം അങ്ങനെ പോണം. പിന്നെന്തുവാ പറയടാ. എടാ അളിയാ, പിന്നെ പിന്നെ അവോയ്ഡ് ചെയ്തോ. ഞാൻ ഇനി ഫ്രീയാ. എന്തെങ്കിലും കാര്യം കൊണ്ട് എന്നെ വിളിച്ചാ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കടാ. എന്താ പരിപാടി? ഒരുപാട് പരിപാടി കണ്ടോ നമ്മളാ. ഞാനും വരാം. എന്തിനി? അല്ല ഞാൻ നിങ്ങളോട് വേണ്ടേ? വേണ്ട, നമ്മൾ വേറെ സെറ്റാക്കി. നിന്റെ മൂഡ് മാറ്റാൻ രാത്രി നമ്മളൊരു പടം കാണാൻ പോകും. വേണ്ട, നമ്മൾ വേറെ ഇന്ന് പടത്തിന് പോകണം. എനിക്കൂടെ ടിക്കറ്റ് വിളിച്ച് പറയടാ. അമ്മാരത്ത് ടിക്കറ്റ് വേണോ? ഓ എട്. നമ്മളെ ടിക്കറ്റ് എടുക്കൂലേ, അത് കൂടാതെ 2 ടിക്കറ്റ് അധികം എടുക്കണേ. 2 1 മതി. അവളില്ലേ? ഇവളില്ല, അവളെ കാര്യം വിട്. നമുക്ക് പോകണ്ടേ? എന്താ ആ 1 മാസം പ്രണയം? അവൻ തന്നെയാ വീട്ടിൽ കയറിയിരുന്നവൻ. അതിനെ പ്രണയമായിട്ട് കൂട്ടുകാരെ അകലിന്ന് വീട്ടിൽ കയറിയിരുന്ന അവന് വരണോ? നീ ഒരു ടിക്കറ്റ് എടുക്ക. ആ കപ്പിൾസിന്റെ 2 സീറ്റ് എടുത്തോ. എടാ നീ കപ്പിൾസിന്റെ കാര്യം പറയല്ലേ, പൈസ എനിക്ക് പ്രശ്നമില്ല, ഞാൻ എടുക്കാൻ ടിക്കറ്റ്. നീ അവളും കാണും, നിങ്ങളല്ലേ ചേർച്ച. വേറെ സൈഡ് ഇവൻ നമ്മളായിട്ട് ഒരു ബന്ധം വെക്കലും അമ്മായി മാറ്റി. നമ്മളെ കാര്യം വിട്. ബ്രേക്കപ്പായി. ബ്രേക്കപ്പായി. ഉറക്കപ്പറ. അവളുമായിട്ട് ബ്രേക്കപ്പായടാ. അപ്പൊ അവളില്ലാത്തോ സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇനി നമ്മള് കാണാല്ലേ. എനിക്ക് അവനോട് വേറെ നീ വീട്ടിൽ ഇരിക്കല്ലായിരുന്നു അവളോട് സംസാരിക്കാൻ. എന്തിനേലും നീ വന്നിട്ടുണ്ടാടാ. ഇപ്പൊ അവൾ ഇല്ലാത്തോണ്ട് ഓടി വന്നല്ലേ. വീട്ടിൽ ഇരുന്നിട്ട് പറ്റുന്നില്ലല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പൊ കരയേണ്ട, നീ ചിരിച്ചോണ്ട് സംസാരിക്കും. എന്തോ നിന്റെ ഫീലിങ്സ് മാറിപ്പോയി. കരണെങ്കിൽ വാ, ആ മൂലയ്ക്ക് വരുന്നു. ഇത്ര നാൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇനി അങ്ങ് ഒറ്റയ്ക്ക് ഇരുന്നാ മതി. അത് വേണ്ടായിരുന്നു, ക്ഷമിക്കായിരുന്നു കേട്ടാ. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അയ്യോ, അപ്പൊ ടാറ്റ ബൈ. അപ്പൊ
Okay, bye guys. ടാറ്റാ.